നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം, കർഷകർക്ക് നേരെ വെടിവെപ്പ്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടെ മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ബിഷ്ണുപൂർ ജില്ലയിൽ കർഷകർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 20ഓളം കർഷകരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. മേഖലയിൽ സുരക്ഷാ സേനയും അക്രമികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ 15 മിനിറ്റോളം നീണ്ടു. അക്രമികൾ കൊലപ്പെടുത്തിയ 31കാരി ക്രൂര ബലാത്സംഗത്തിനിരയായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയോട്ടി തകർത്ത നിലയിലാണ്. കഴിഞ്ഞ 7 ദിവസത്തിനിടെ മണിപ്പൂരിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. സംഘർഷം കണക്കിലെടുത്ത് 2000ഓളം അധിക കേന്ദ്രസേനയെ മണിപ്പൂരിലേക്ക് അയച്ചിട്ടുണ്ട്. ചേലക്കരയിൽ ഭൂരിപക്ഷം 18,000 കടക്കുമെന്ന LDF, 3000-ലേറെ വോട്ടിന്റെ ജയം പ്രതീക്ഷിച്ച UDF. കണക്കുകൂട്ടലുകൾക്കൊടുവിലും ചേലക്കരയിൽ ജയം അവകാശപ്പെട്ട് LDFും UDFും. 18,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. 3000-ലേറെ വോട്ടിന്റെ ജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. വോട്ട് വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484 245555. കൊല്ലത്ത് വിദ്യാർത്ഥി സ്കൂൾ കിണറ്റിൽ വീണ സംഭവത്തിൽ ഇടപെട്ട വിദ്യാഭ്യാസ വകുപ്പ്. കിണറിന്റെ മൂടി ദ്രവിച്ചിരുന്നതായി കണ്ടെത്തി. കൊല്ലം കുന്നത്തൂരിൽ സ്കൂളിലെ കിണറ്റിൽ വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. സ്കൂളിൽ AEO പരിശോധന നടത്തി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം സ്കൂളിൽ സന്ദർശനം നടത്തുകയും കിണറിന്റെ മൂടി പകുതിയും ദ്രവിച്ചിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു. വിശദമായ അന്വേഷണം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി DOEക്കും DDEക്കും വകുപ്പ് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിയുണ്ടാവുക. സീപ്ലെയിൻ പദ്ധതിയിൽ ആശങ്ക ദൂരീകരിക്കും. ടൂറിസം പ്രമോഷൻ നാടിന്റെ ആവശ്യം, മന്ത്രി സജി ചെറിയാൻ. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്ക ദൂരീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. മത്സ്യബന്ധനത്തിന് തടസ്സം വരുന്നതുകൊണ്ടാണ് അന്ന് CITU അടക്കം സമരം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പദ്ധതി നടത്തുന്നത് മത്സ്യബന്ധന മേഖലയിൽ അല്ല. ടൂറിസം പ്രമോഷൻ നാടിന്റെ ആവശ്യമാണെന്നും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പദ്ധതി നടപ്പിലാക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കെടുകാര്യസ്ഥത കൊണ്ടാണ് പദ്ധതി നടപ്പാക്കാതെ പോയതെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളെ മികച്ച പൌരരായി വളർത്തുക എന്ന ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയാണ്. ശിശുദിനാശംസകളുമായി മുഖ്യമന്ത്രി. ശിശുദിനാശംസകൾ നേർന്ന മുഖ്യമന്ത്രി. കുട്ടികളെ മികച്ച പൌരരായി വളർത്തുക എന്ന അത്യധികം പ്രാധാന്യമുള്ള ഉത്തരവാദിത്തം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നും ആ ഉത്തരവാദിത്തം മികച്ച രീതിയിൽ നിർവഹിക്കുവാനുള്ള പ്രചോദനം പകരുക എന്നതും ശിശുദിനാചരണത്തിന്റെ ലക്ഷ്യമാണെന്നും ശിശുദിനം ചെയ്യുന്നത് എന്നും അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
ആത്മകഥ എഴുതി പൂർത്തിയായിട്ടില്ല. വിവാദം ആസൂത്രിത ഗൂഢാലോചന. ഇ.പി. ജയരാജൻ. ആത്മകഥ വിവാദത്തിൽ പ്രതികരിച്ച ഇ.പി. ജയരാജൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ആരെയും പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇ.പി. പറഞ്ഞു. പുസ്തകം പുറത്തിറക്കുവാൻ DC ബുക്സിന് എന്ത് അവകാശമാണുള്ളത്? ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും താൻ എഴുതിയതല്ല. വഴിവിട്ട എന്തോ സംഭവം നടന്നിട്ടുണ്ട്. ഇതിൽ അന്വേഷണം നടത്താനാണ് DGPക്ക് പരാതി കൊടുത്തത്. അതിശക്തമായ ഗൂഢാലോചന നടന്നു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തു വന്നത് ആസൂത്രിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്ത മതേതര മൂല്യങ്ങളിലേക്ക് ഇന്ത്യ മടങ്ങണം. VM സുധീരൻ. ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്ത ജനാധിപത്യ മതേതര മൂല്യങ്ങളിലേക്ക് ഇന്ത്യ മടങ്ങണമെന്ന് മുൻ സ്പീക്കർ VM സുധീരൻ പറഞ്ഞു. ജനാധിപത്യവും മതേതരത്വവും പരസ്പര പൂരകങ്ങളാണ്. ചോദ്യം ചെയ്യുന്ന ജനപ്രതിനിധികളെ വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ വ്യാജ ഡിഗ്രി കേസ്. രണ്ടാം പ്രതി സച്ചിൻ ദാസ് മാപ്പ് സാക്ഷി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേസിൽ രണ്ടാം പ്രതി സച്ചിൻ ദാസ് മാപ്പ് സാക്ഷി. സച്ചിൻ ദാസിന്റെ അപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. മാപ്പ് സാക്ഷിയാക്കണമെന്ന സച്ചിന്റെ ആവശ്യത്തെ പ്രോസിക്യൂഷനും എതിർത്തില്ല. കഴിഞ്ഞ ജൂണിലാണ് സച്ചിൻ ഹർജി നൽകിയത്. സച്ചിനെ മാപ്പ് സാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 19-ന് സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.